بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، وإلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മെ എല്ലാവരെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ അനുസരണയുള്ള ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി അള്ളാഹു രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ അള്ളാഹുവിന്റെ റസൂലാണ്. എല്ലാം അള്ളാഹുവിന്റെ റസൂലാണ്. എല്ലാവരും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നാണ് തേടുന്നത്. അള്ളാഹുവിന്റെ റസൂലാകുന്ന ബഹറിൽ നിന്നാണ് എല്ലാ വലിയും എല്ലാ ഷെയ്ഖും എല്ലാ ഖുതുബും എല്ലാ ഗൗസും എല്ലാ അംബിയാക്കളും എല്ലാ മുർസലീങ്ങളും തേടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് സ്വീകരിക്കാം, അതിനു വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ. മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയാണ്. ഈ പരിശുദ്ധമായ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ അഷേഖ് അഹ്മദ് ബിൻ അജീബ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ബഹ്റുൽ മദീദ് ഫീ തഫ്സീറിൽ ഖുർആനിൽ മജീദ് എന്ന അവിടുത്തെ അദ്ദേഹത്തിന്റെ തഫ്സീർ, ആ തഫ്സീറിന്റെ 4-ാം വാള്യം 408-ാമത്തെ പേജിൽ മഹാനവറുകൾ പറയുന്നു, ഈ ആയത്തിന്റെ അർത്ഥം മുതാബഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയെ പിൻപറ്റലാണ്. വൽ ഇഖ്തിബാസു മിൻ അൻവാരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം സ്വീകരിക്കലാണ്. വൽ ഇഹ്തിദാഉ ബിഹദീഹി, ആ വഴിയെ പോകലാണ്, ആ വഴി കൊണ്ട് ഹിദായത്ത് സിദ്ധിക്കലാണ്. വ ഈസാറു മഹബ്ബതിഹി വ അംരിഹി അലാ ഗൈരിഹി, ഏറ്റവും മുകളിലായി റസൂലുള്ളാന്റെ ഇഷ്ടം എന്തോ അത് തെരഞ്ഞെടുക്കലാണ്.
എല്ലാറ്റിനും ഉപരിയായി അള്ളാഹുവിന്റെ റസൂൽ എന്ത് കൽപ്പിച്ചു എന്ന് നോക്കലാണ്, അത് സ്വീകരിക്കലാണ്. ലാ യൻഖതു അനിൽ മുരീദി അബദാ ബിദായതൻ വനിഹായ. ഈ കാര്യങ്ങളിൽ നിന്ന് ഒരു മുരീദ്, തുടക്കക്കാരനായ മുരീദാണെങ്കിലും ഒടുക്കക്കാരനായ മുരീദാണെങ്കിലും ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിവാകുകയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക, അവിടുത്തെ പ്രകാശം സ്വീകരിക്കുക, ആ വഴിയെ പോകുക, എല്ലാറ്റിലും ഉപരിയായി അവിടുത്തെ സ്നേഹിക്കുക എന്നത് തുടക്കക്കാരനായ മുരീദിനും സമ്പൂർണനായ മുരീദിനും നിർബന്ധമാണ്. ഇത് ഹുവൽ വാസിതത്തുൽ ഉസ്മാ. അല്ലാഹുവിന്റെ റസൂലാണ് ഏറ്റവും വലിയ വാസിത, ഏറ്റവും വലിയ വസീല. അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വാസിത അല്ലാഹുവിന്റെ റസൂലാണ്. വഹുവ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളെക്കാൾ, വ അർവാഹിഹിം, അവരുടെ ആത്മാക്കളെക്കാൾ, വ അസ്റാറിഹിം, അവരുടെ രഹസ്യങ്ങളെക്കാൾ, അവരുടെ എല്ലാറ്റിലും ഉപരി അള്ളാഹുവിന്റെ റസൂലാണ് അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലു മദദിൻ വാസിലിൻ ഇലൽ അബ്ദി ഫഹുവ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ യദിഹി. അള്ളാഹുവിന്റെ ഒരു അടിമക്ക് കിട്ടുന്ന, അള്ളാഹുവിന്റെ ഒരു അടിമക്ക് എത്തിച്ചേരുന്ന എല്ലാ സഹായവും എല്ലാ മദതും ഫഹുവ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ യദിഹി, അള്ളാഹുവിന്റെ റസൂലിൽ നിന്നാണ് ആ സഹായം വരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈമുഖേനയാണ്, അവിടുത്തെ സഹായത്തോടു കൂടിയാണ് അത് ആ അടിമക്ക് ലഭിക്കുന്നത്. വകുല്ലു മാ തഅമ്മറ ബിഹിൽ അശ്യാഖ് മിൻ ഫഇലിൻ വതർകിൻ ഫീ തർബിയത്തിൽ മുരീദീൻ. മുരീദുമാരെ തർബിയത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഒരു കാര്യം ചെയ്യുക, ചെയ്യാതിരിക്കുക, ഈ വിഷയത്തിലെല്ലാം മശായിഖന്മാർ സ്വീകരിക്കുന്ന നയം ഫഹുവ ജുസ്ഉം മിനല്ലദീ ജാഅ ബിഹി, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ കൊണ്ടുവന്നതിന്റെ ഒരു ഭാഗമാണ്. വഹും, ആ മശായിഖന്മാർ, ഫീ ദാലിക, ആ വിഷയത്തിൽ, ബിഹസ്ബിൻ നിയാബത്തി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ കൊണ്ട് നിരോധിക്കുക എന്നീ കാര്യങ്ങളിൽ, ബിഹസ്ബിൻ നിയാബത്തി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പകരക്കാരാണ്. ലിഅന്നഹും ഖുലഫാഉൻ അൻഹു, കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാരാണ്. അപ്പോ മശായിഖന്മാരുടെ കൽപ്പനകൾ, അവരുടെ വിരോധനകൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഭാഗമാണ്. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാരാണ്, പകരക്കാരാണ്. വകുല്ലു കറാമത്തിൻ തദ്ഹറു ഫഹിയ മുഅ്ജിസത്തുൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിയാഇന്, മശായിഖിന് വെളിപ്പെടുന്ന എല്ലാ കറാമത്തുകളും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമാണ്. വകുല്ലു കശ്ഫിൻ വമുശാഹദത്തിൻ ഫമിൻ നൂരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഔലിയാഇന്, മശായിഖിന്, ആരിഫീങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കശ്ഫുകളും എല്ലാ ദർശനങ്ങളും ഫമിൻ നൂരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഖാല ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൽം, നീ മനസ്സിലാക്കുക, അന്ന കുല്ല വലിയിൻ ലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഓരോ വലിയും, ഇന്നമാ യഅഖുദു മാ യഅഖുദു,
അള്ളാഹുവിന്റെ ഓരോ വലിയും സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങളും, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും ബിവാസിതത്തി റൂഹാനിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹാനിയത്തിനെ മധ്യവർത്തിയാക്കിയിട്ടാണ്, അള്ളാഹുവിന്റെ റസൂല് മുഖേനയാണ് അള്ളാഹുവിന്റെ ഔലിയാഇന് എല്ലാം ലഭിക്കുന്നത് എന്ന് ഇബ്നു അറബി തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. ഫമിൻഹും മൻ യഅരിഫു ദാലിക വമിൻഹും മൻ ലാ യഅരിഫുഹു. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ചിലർ ഇത് അറിയുന്നവരുണ്ട്, ഇത് അറിയാത്തവരും ഉണ്ട്. അഥവാ ഇത് അള്ളാഹുവിന്റെ റസൂല് വഴിയാണ് ലഭിക്കുന്നത് എന്ന് അറിയാത്ത ചില ഔലിയാക്കളും ഉണ്ട്. വയഖൂലു, അങ്ങനെ അറിയാത്ത ഔലിയാക്കൾ പറയും, ഖാലലി അല്ലാഹ്, എന്നോട് അള്ളാഹു പറഞ്ഞു എന്ന് പറയും. വലൈസ ഇല്ലാ തിൽക റൂഹാനിയ, സത്യത്തിൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹാനിയത്ത് വഴിയാണ് സംസാരിച്ചത്. അപ്പൊ അള്ളാഹു സംസാരിച്ചു എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹാനിയത്താണ് സംസാരിക്കുന്നത്. വലിയൊരു മാരിഫത്താണത്. അതാണ് ചില ഔലിയാക്കള് അറിയാത്തവരും ഉണ്ട് എന്ന് പറഞ്ഞത്. അറിയാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത് എന്നർത്ഥം. അല്ലാഹു അഅലം. وهو موافق لما أشار إليه الشيخ أبو العباس المرسي رضي الله عنه حيث قال, ഈ വാക്ക് മഹാനായ ഷേഖ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനോട് യോജിച്ച് വരുന്നൊരു വാക്കാണ്. ഹൈസു ഖാൽ, അദ്ദേഹം പറഞ്ഞു, അൽ വലിയ്യു ഇന്നമാ യുകാശിഫു ബിൽ മിസാൽ. വലിയിന്റെ മുകാശഫ എന്ന് പറയുന്നത്, അത് വലിയിന്റെ കശ്ഫ്, ദർശനം, അത് രൂപങ്ങളോടാണ്. മഹാനവറുകൾക്ക് ഉദാഹരണം പറയാണ്, കമായറ മസലൻ അൽ ബദ്റ ഫിൽ മാഇ ബിവാസിതതിഹി. ഒരാള് വെള്ളത്തിൽ ചന്ദ്രനെ കണ്ടു. വെള്ളത്തിൽ ചന്ദ്രനെ കണ്ട ആ മനുഷ്യൻ പറയാണ്, ഞാൻ ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അദ്ദേഹം നേരിട്ടല്ല ചന്ദ്രനെ കണ്ടത്, മറിച്ച് ചന്ദ്രന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടതാണ് എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവർ മിസാലിനെയാണ് കാണുന്നത്, പറയുന്നത് മഹാനായ അൽ ഗൗസ് അഷ്ശൈഖ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മഹാനവറുകളാണ് നാം മുമ്പ് പറഞ്ഞ എന്ന് പറഞ്ഞ മഹാൻ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഓരോ നിമിഷങ്ങളും ലൈലത്തുൽ ഖദ്റാണ് എന്ന് പറഞ്ഞ മഹാൻ. അപ്പൊ പറയുന്ന ആള് ചില്ലറക്കാരനല്ല. മഹാനവറുകളാണ് പറയുന്നത്, ഔലിയാക്കൾ ചില കാര്യങ്ങൾ ദർശിച്ചു എന്ന് പറയുന്നത് അതിന്റെ ഉപമകളാണ്, അതിന്റെ പ്രതിബിംബമാണ് കാണുന്നത്. ഗൈബിയായ രഹസ്യങ്ങൾ, അതിന്റെയും പ്രതിബിംബങ്ങളെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാക്ക് അയ്യാനൻ ലാ മിസാലൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ ഇതെല്ലാം ഉള്ളാലുള്ളതുപോലെ കറക്റ്റ് നേരിട്ടാണ് കാണുന്നത്. ഇതിന്റെ വെള്ളത്തിൽ ചന്ദ്രനെ കാണുന്നത് പോലെയുള്ള പ്രതിബിംബമല്ല കാണുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ കാണുന്നത് അതിന്റെ ഹഖീഖത്തൻ രൂപമാകുന്നു. വൽ വലിയു വലിയ ലിഖുർബിഹി മിൻഹു വമുനാസബതിഹി ലഹു ലിഹദീഹി ബിഹദീഹി വമുതാബഅതിഹി ലഹു. അല്ലാഹുവിന്റെ വലിയ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അടുപ്പത്തിന്റെ പേരിൽ, ആ സ്നേഹത്തിന്റെ പേരിൽ, പിമ്പറ്റിയതിന്റെ പേരിൽ യുകാശഫു ബിമിസാലി ദാലിക ഫീഹി, അതിന്റെ പ്രതിബിംബം കാണുന്നു. ഫളഹറൽ ഫർഖു, അപ്പോൾ നുബുവത്തിന്റെ ദർശനവും വിലായത്തിന്റെ ദർശനവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി. വസബതത് മസിയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ ആ ഉന്നതമായ സ്ഥാനം അത് വ്യക്തമാവുകയും സ്ഥിരപ്പെടുകയും വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലാണ് എല്ലാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു മുരീദിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും, മുരീദിന്റെ തരീഖത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും ആ മുരീദ് സമ്പൂർണത എത്തിച്ചവനാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലില്ലാതെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് പിൻപറ്റാതെ, ആ വഴിയിൽ അല്ലാതെ അതിൽ നിന്നൊരു സ്വതന്ത്രമായ ഒരു അവസ്ഥ ഒരു മുരീദിനും ഒരാൾക്കും ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയെ നാം സ്വീകരിച്ചാൽ മറ്റെല്ലാവരെയും സ്വീകരിച്ചതുപോലെയായി. അഥവാ മറ്റെല്ലാ അംബിയ മുർസലികളുടെയും മറ്റെല്ലാ ഔലിയാന്റെയും മശായിഖിന്റെയും അവരെയൊക്കെ സ്വീകരിച്ചതുപോലെയായി. കാരണം എല്ലാവരും അല്ലാഹു വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു, ബുർദയിൽ നാം കണ്ടതാണ് കേട്ടതാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാ അംബിയ മുർസലീങ്ങൾ ഔലിയ മശായിഖ് അഖ്താബ ഗയാസ് കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു, എല്ലാവരും അല്ലാഹുവിൻ്റെ റസൂൽ നിന്നാണ് തേടുന്നത്. ആ ബഹറിൽ നിന്നൊരു തുള്ളി കിട്ടിയെങ്കിൽ, അവിടുന്ന് ഒരു പൊരുത്തം കിട്ടിയെങ്കിൽ, അവിടുന്ന് ഒരു നോട്ടം കിട്ടിയെങ്കിൽ എല്ലാവരും അതിന് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് നമ്മുടെ നോട്ടം, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തിരിച്ചു വെക്കുക, കാത്തിരിക്കുക. റഫീഖാവുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുമ്പോൾ നമ്മുടെ അകക്കണ്ണ് തുറന്നു കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ അകക്കണ്ണ് തുറന്നു കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റാണ്. ഈ കാമിലായ ദിക്ർ, ഈ 24 അക്ഷരം ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഒരു മനുഷ്യന്റെ ഹൃദയം തൊട്ട് കയറി ഇറങ്ങുമ്പോൾ ആ മനുഷ്യനിൽ അള്ളാഹുവും റസൂലും കയറി ഇറങ്ങുകയായി. അങ്ങനെ ഹൃദയമാകുന്ന കഅബയെ ദിക്ർ കൊണ്ട് പലവട്ടം തവാഫ് ചെയ്യുമ്പോൾ ആ കഅബയിൽ റബ്ബുൽ കഅബയെ കാണാൻ സാധിക്കും, മുറബ്ബിയെ കാണാൻ സാധിക്കും, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയെ കാണാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് തന്നെ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ ലഭിക്കാത്തവർ, ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന മഹാന്മാരായ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ മുരീദായി മാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വഴിയിൽ പ്രവേശിച്ചവർ ഈ വഴിയിൽ ഉറച്ചു നിന്ന് ശൈഖ് മുറബ്ബിയുമായി ബന്ധപ്പെട്ട്, മജ്ലിസുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.